പണ്ട് ഔലിയാക്കന്മാർക്ക് കറാമത്താണ് ഇല്ലാന്ന് ഒരാളാണ് വാദിച്ചാൽ തെങ്ങിന്റെ പട്ടനെടുക്കും ആളുകൾ അടിച്ച് പുറകെ ഒളിച്ചു. എന്തുകൊണ്ട്? ഈ പുരക്കാരൻ അനുഭവമുണ്ട്, മറ്റൊരനുഭവമുണ്ട്, ഓനനുഭവമുണ്ട്, ഇവരനുഭവമുണ്ട്. അങ്ങനത്തെ അനുഭവം ഇല്ലാത്ത ഒരാളെ നാട്ടിലില്ല. പിന്നെ ആ വയറിന് സ്റ്റേജ് അടക്കം പൊളിച്ചിടും ജനങ്ങൾ. ഈ ജാതി നോണി പറയാൻ അങ്ങോട്ട് വരരുത്. ഇന്ന് ഇവരൊക്കെ സുന്നിയാളാ, പക്ഷെ ഇവരൊക്കെ വയറ് കേട്ടുക്കും. എന്തുകൊണ്ട്? ഔലിയാക്കുമില്ല കറാമത്തുമില്ല എന്നൊരു ഒരുത്തം പ്രസംഗിച്ചാൽ അത് ഈ സുന്നികളൊക്കെ കേട്ടുക്കും. കേട്ട് നിൽക്കുന്നു മാത്രമല്ല, ഇവരും എന്ത് പറയും? ശരിയാണ്, എന്താവില്ല, നമ്മളെ കയ്യിലുള്ള പൈസ വാങ്ങിക്കുന്നല്ല എന്നിട്ടാണ് അവര് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പറയടൂ? എന്തുകൊണ്ട്? എന്താ കാരണം? അവർക്ക് അങ്ങനെ അനുഭവമില്ല. അവര് പലരോടും പോയി പറഞ്ഞിട്ടുണ്ട്, അവര് കാര്യം നടന്നിട്ടില്ല. എത്രയോ ആളുകൾ എന്നോട് പറയാറുണ്ട്, ഞാൻ മൂപ്പരത്ത് 2 കൊല്ലം നടന്നു, എന്നിട്ട് എന്തുണ്ടായത്? മൂപ്പര കാര്യമൊക്കെ നടന്നു, ഞാൻ നടന്നിട്ടില്ല. മാസം പോകും, 500 കൊടുക്കും, 1000 കൊടുക്കും. അപ്പൊ മൂപ്പര കാര്യം നടക്കും, എൻ്റെ നടക്കില്ല. അപ്പൊ എന്റെ കാര്യം ഔലിയാക്കന്മാരില്ലാതെ നീ റസൂലിലേക്ക് തവജ്ജുഹായാൽ റസൂൽ നിന്നെ പരിഗണിക്കും. റസൂലിലേക്ക് തവജ്ജുഹ, ആത്മാർത്ഥമായി റസൂലിലേക്ക് മുന്നിടുക, അപ്പൊ റസൂൽ നിന്നെ പരിഗണിക്കും. അപ്പോൾ നിനക്കും റസൂലിനെ പരിഗണിക്കാനാകും. ആ പരിഗണന യഥാർത്ഥത്തിൽ വന്നാലോ, റസൂൽ നിന്നെ ശരിക്കും പരിഗണിച്ചാലോ, ഐനുക്കീമിയ, യഥാർത്ഥത്തിൽ അതാണ് രാസവിദ്യ. പിന്നെ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എല്ലാം ക്ലിയറാവും. ഭർത്താവിനെ ഭാര്യ ആക്ഷേപിച്ചു, പിറ്റേന്ന് രാവിലെ കട്ടിരുന്ന ഭാര്യക്ക് എണീക്കാൻ വയ്യാതെ അവ കാലുടിച്ചു. 10 മണി കാര്യം ശരിയാവുകയും ചെയ്തു. അപ്പോൾ ഒക്കെ മനസ്സിലായി എൻ്റെ ഭർത്താവ് ശരിയാ, സാധാരണക്കാരനല്ല. പിന്നെ വഴക്കുണ്ടായതുമില്ല, നല്ല നിലക്ക് പോയി. അങ്ങനെ ഒരു അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് ഒരു ഷറത്ത്. എല്ലാം നല്ല കാര്യം, പിന്നൊന്നും നോക്കണ്ട, എല്ലാം നിനക്ക് വൃത്തിയായി നടക്കും. വൃത്തിയായി നടക്കും. അതിനർത്ഥം പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നാണോ? അല്ല, പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, പ്രയാസങ്ങൾ ഉണ്ടാവും. അഖിയാറായ ആളുകൾക്കാണ് ഏറ്റവും പരീക്ഷണങ്ങൾ ഉണ്ടായത് എന്ന് ഇമാം നബവി തങ്ങൾ തൻ്റെ അദ്കാറിൽ പറയുന്നുണ്ട്. ഏറ്റവും മഹാന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായത്. തിന്നാൻ കിട്ടിയില്ല, കുടിച്ചാൻ കിട്ടിയില്ല, എന്നാൽ ഇവർക്കൊക്കെ എന്തുവാണ്? ഏത് രാസവിദ്യ നടക്കുന്ന ആളുകളുമാണ്. അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഖദറിന്റെ പൊരുത്തത്തിൽ അവർ നിലകൊള്ളും. അതാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. മുത്തഖദ്ദീമീങ്ങളായ അഖിയാറായ ആളുകൾക്ക് സംഭവിച്ച അത്രയൊന്നും പരീക്ഷണം പിൻഗാമികൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് തെളിവ് സഹിതം ഇമാം ഗസാലി ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാർ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. ഭയങ്കര പ്രയാസമായിരിക്കും. അവർക്ക് എന്ത് നടക്കുകയും ചെയ്യും. ഭക്ഷണം കിട്ടാതെ കല്ല് കെട്ടിയിട്ട് ദിവസങ്ങളോളം നടന്നിരുന്ന മനുഷ്യനാണ് ലോകത്തുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുത്തത്. എത്രയോ സംഭവങ്ങൾ, എത്ര സംഭവം. ഖന്തക്കിന്റെ കിടങ്ങിൽ നിന്ന് കയറി ചെന്നപ്പോൾ സയ്യിദുനാ ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം 1000-ഓളം ആളുകളെ കഴിപ്പിച്ചു ഹബീബായ നബി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കിട്ടാതെ മാസങ്ങളോളം കഴിഞ്ഞ ഹദീത്ത് കാണാനുണ്ട്. ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? നബിക്ക് ഇങ്ങനത്തെ കഴിവുണ്ടായത് നബിക്ക് തിന്നാനല്ല. നമുക്ക് അല്ലാഹു തആല കഴിവ് തരാത്ത എന്താണ്? നമുക്ക് രാവിലെ ചായ വേണം, അപ്പൊ ചായത്ത് കുറച്ച് കഴിഞ്ഞ് ചായക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് സമൂസ കൂടെ സമൂസ, അപ്പൊ സമൂസ ഉണ്ടായി. പിറ്റേ ദിവസം ഞാൻ തലേ ദിവസം സമൂസ കഴിച്ചതുകൊണ്ട് പിറ്റേ ദിവസം അങ്ങനെ ആലോചിച്ച് ചായ ഉണ്ടായി. ഉന്നക്കായി, അന്ന് ഉന്നക്കായി. ലോകത്തുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത ഒരു മനുഷ്യൻ, അതായത് തൻ്റെ ലോകത്തുള്ളവർ പറഞ്ഞാൽ തൻ്റെ മുന്നിൽ 1500 ആളുണ്ടായിരുന്നു. 1000 ആളുകൾക്കാണ് ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണം കൊടുത്തത്. അതേ ഹബീബായ റസൂലുള്ളാഹി മാസങ്ങളോളം പട്ടിണി വന്ന് കാണുന്നുണ്ട്. പട്ടിണി കിടന്നിട്ട് റസൂലുള്ളാഹിയുടെ വിശപ്പ് കണ്ടിട്ട് ആയിഷ ബിബി
പൊട്ടിക്കരഞ്ഞൊരു സംഭവം കാണുന്നുണ്ട്. ഈ റസൂലുള്ളാഹ്ക്കോ എന്തിനു കഴിയും ചെയ്യും, എല്ലാ അതുകൊണ്ട് റസൂലുള്ളാഹ്ക്ക് കൊടുത്തത്. റസൂൽ ക്ഷമിക്കാൻ തയ്യാറാണ് ആരുടെ മാർഗത്തിൽ. എന്നാൽ കൊഞ്ഞു വന്നാൽ കൊടുക്കും ചെയ്യും, നബിയോട്ട് നടക്കും. ഇപ്പൊ വിഡ്ഢികളായ ആളുകൾക്ക് ഇവിടെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം, എന്ത് നിനക്കാണെങ്കിൽ ഇങ്ങനെ നിങ്ങളെ നബിക്കും ഭാര്യമാർക്കും പട്ടിണി നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ആവായത് നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്നത് എന്തിനു നിങ്ങൾ നബിക്ക് കഴിയുന്നു, അവനെന്നാ ഇന്നലെ തിന്നാൻ കൊടുത്തു. അതൊക്കെ വിഡ്ഢികളായ നിഷേധികളുടെ ചോദ്യങ്ങളാണ്. അവർ വിഡ്ഢികളാണ്. അതേ സമയത്ത് ഒരു പ്രയാസമുള്ള ഒരാൾ ഹബീബായ നബിയുടെ അരികിൽ വന്നിട്ട് ആ പ്രയാസം തീർക്കാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല. നബി ഒറ്റനടക്കും ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി മുസ്തഫ ഐനുകി മിയാ ഫഖദ് സാറ അദ്ബൻ മാഉ മിൽഹിൻ തഅവദാ. ഫഖദ് സാറ അദ്ബൻ ശുദ്ധവെള്ളമായില്ലേ, മാഉ മിൽഹിൻ ഉപ്പുവെള്ളം, തഅവദ പിന്നെ അത് ശുദ്ധവെള്ളമായി നിലനിൽക്കുകയും ചെയ്യും. ഇനി കുറച്ച് സംഭവങ്ങൾ പറയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ മുഅ്ജിസത്ത് പറയാം. ഫഖദ് സാറ അദ്ബൻ മാഉ മിൽഹിൻ തഅവദാ ഖദിംതു അലാ റസൂലില്ലാഹി. ബഹുമാനപ്പെട്ട ഇബ്നു സക്കൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു സംഭവം കാണാം, ഒരു ഹദീസ് കാണാം. അൻ ഹമ്മാം ഇബ്നു നഖീദ് റളിയല്ലാഹു അൻഹു അസ്സഅദി അവർ പറയാം, ഖദിംതു അലാ റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നു. ഫഖുൽതു, യമനിയാണ് അദ്ദേഹം, ബഹുമാനപ്പെട്ട ഹമ്മാം ഇബ്നു നഖീദ് സഅദി എന്ന ആൾ യമനിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഹബീബായ നബിയുടെ അരികിൽ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുൽതു, എന്നിട്ട് ഞാൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഫർനാ ലനാ ബിറാൻ, ഞങ്ങൾ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. ഫഖർജത്ത് മാലിഹ, വെള്ളം ഉപ്പ് വെള്ളമാണ്, ഒരു നിർവാഹമില്ല, കുടിക്കാൻ കഴിയില്ല, ഉപ്പുവെള്ളം. ആറ്റുനൂറ്റി കിണർ കുഴിച്ചതാ, പക്ഷെ അതിൽ ഉപ്പുവെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഹബീബ നബി എനിക്ക് ഒരു തോൽപാത്രം തന്നു, അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഫഖാല, എന്നിട്ട് ഹബീബ് പറഞ്ഞു, സുബ്ബഹു, നീ നാട്ടിൽ ചെന്നാൽ ആ കിണറിൽ ഇതങ്ങോട്ട് ചുരുക്കുക എന്ന്. അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. മദീനയിൽ വരിക, യമനിൽ നിന്ന് വരുന്നത്. ഈ തോൽപാത്ര വെള്ളവും കൊണ്ട് ഞാൻ യമനിലേക്ക് തിരിച്ചെത്തി. ഫസബബ്തുഹു ഫീഹാ, എന്നിട്ട് ആ കിണറിൽ ഞാൻ എന്ത് ചെയ്തു, ആ വെള്ളം കൊണ്ട് ചൊരിച്ചു. ഫഅദ്ബത്ത്, ആ സെക്കൻഡിൽ ആ വെള്ളം ശുദ്ധവെള്ളമായി മാറി. ഫഹിയൽ ആന അഅദബു മാഇ ബിഇരിൻ ഫിൽ യമനി, ഇന്ന് യമനിലുള്ള ഏറ്റവും ശുദ്ധവെള്ളത്തിൽപ്പെട്ടത് ആ ഒന്നാ കിണറാണ്. ഭയങ്കര ശുദ്ധം. സുള കുറച്ച് വെള്ളം കൊടുത്തു, ആ വെള്ളം ചിരിച്ചു. തന്നെ ഐനു കീമിയ, രാസവിദ്യ. നബി എന്താ പറഞ്ഞ് അതുപോലെ നടക്കും. നബി എന്താ വിചാരിച്ച് അതുപോലെ നടക്കും. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടപ്പെട്ട മനുഷ്യനെ സഹായിച്ചു. കാരണം വെള്ളം ഉപ്പുവെള്ളമാണ്. ആ മനുഷ്യൻ സാധു, അതിന് നിർവാഹമില്ല, സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. തന്നെ രാസവിദ്യ. അതാണ് ഖത്താദയുടെ കണ്ണ് വീണ് പോയപ്പോൾ റസൂലുള്ളാഹിനെ അരികിൽ ചെന്നു. അപ്പോൾ ഖത്താദ പറഞ്ഞു, നബി എൻ്റെ കണ്ണ് പോയി, ഉഹദ് യുദ്ധത്തിൽ എൻ്റെ കണ്ണ് പോയി. അപ്പോൾ നബി പറഞ്ഞു, ഇൻ സബർത ഫഹുവ ഖൈറുൽ ലക്, ക്ഷമിച്ചാ അത് വലിയ ഖൈറല്ലേ. അപ്പോൾ പറഞ്ഞു, ഇനി ഹദീസ് വഹദ് ബിസ്വാജി യാ റസൂലല്ലാഹ്, ഓക്കെ ഓക്കെ മാക്കാൻ, ഞാൻ അടുത്ത് പെണ്ണ് കെട്ടിയാളാണ്. ഇന്ന ലാ തസ്ബിറു അന്നി, ഞാൻ ഈ ഒറ്റക്കണ്ണനായി നടന്നാൽ എൻ്റെ കണ്ണ് പോയി കഴിഞ്ഞാൽ ഓള് ക്ഷമിക്കൂല. മനസ്സിലായില്ലേ? എൻ്റെ ഒരു കണ്ണ് മാത്രമേ, എൻ്റെ മറ്റേ കണ്ണ് പോയി, അതിൻ്റെ കുഴി മാത്രമേ ഉള്ളൂ.
അത് കണ്ട അവള് ബേജാറാവും. ഞാൻ കുറെ കാലം കഴിഞ്ഞ് തൊണ്ടിയതാണെങ്കിൽ തിരക്കടില്ല. നിലവിൽ ഞാൻ പെണ്ണ് കെട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൺതടത്തെ തടവി. കാനത്ത് അബ്സറഅയ്നയ്യ, പിന്നെ എൻ്റെ കണ്ണിൽ ഏറ്റവും കാഴ്ചയുള്ളത് ആ കണ്ണാണ്. ഇതാണ് ഐനുക്കിമിയ, ഇതാണ് എൻ്റെ പ്രവർത്തനം. അങ്ങനെ ആട്ടി ആ കണ്ണിലേക്ക് ആ കണ്ണാന്ന് അടച്ചു. പിന്നെ ആ കണ്ണാണ് ഏറ്റവും നല്ലത്. അതാണ് ഏത് കാലഘട്ടത്തിലും മനുഷ്യര് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത ആളുകളുടെ കൂടെയാണ് നിലകൊണ്ടത്. അതാണ് ആ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തു. മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്ക്. ദൈനംദിന പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുത്തു. ഏത് പ്രസ്ഥാനം, ഏത് ആശയം അങ്ങനത്തെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാം. ആ ആളെ ജനം മറക്കൂല. ജനങ്ങളിൽ ഇടപെട്ട് അതാണ് ജനങ്ങൾക്ക് ഫിലോസഫിയെക്കാളും വിഷയം എന്താണ്? ജനങ്ങൾക്ക് തത്വചിന്തയല്ല, ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുന്ന ആളെയാണ് ആവശ്യം. ചൊല്ല 960 കാലഘട്ടത്തിലെ വിപ്ലവകാരിയാണ് ചെഗുവേര. വിപ്ലവത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുകയാണ്. വിപ്ലവം സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാണ്. അയാൾ മരിച്ചിട്ട് കാലത്രയായി 50 കൊല്ലത്തിലേറെയായി ചെഗുവേര മരിച്ചിട്ട്. ഇന്നും ലോകം ചെഗുവേരനെ മറന്നിട്ടില്ല. എന്തുകൊണ്ട്? അയാൾ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ത്യജിച്ചിട്ട് ജനങ്ങളെ കൂടെ നിലകൊണ്ടു. ഈ 950 മുതലുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ലോകത്ത് വിപ്ലവങ്ങൾ നടന്ന കാലഘട്ടം. ലോകത്ത് എവിടെ വിപ്ലവങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വിപ്ലവങ്ങൾ ഉണ്ടായോ ആ വിപ്ലവങ്ങളിലെല്ലാം ചെഗുവേര ഇടപെട്ടു. ഈ വിപ്ലവങ്ങൾക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തെ ക്യൂബയിലാണെന്ന് എൻ്റെ ഓർമ്മ മന്ത്രിയാക്കി. എന്നാലും അയാൾ മന്ത്രിപ്പണി എടുത്തില്ല. അവിടുന്ന് പിന്നെ അയാൾ വിപ്ലവങ്ങളെ പിന്നാലെ പോയി. ജനങ്ങളെ കൂടെ നിന്നു. മന്ത്രിയാണ് നിന്നത്, ജനങ്ങളെ കൂടെ നിന്നു. അതുകൊണ്ട് എത്ര ആളുകൾ ജനങ്ങൾക്ക് കാറൽ മാക്സിനല്ല ചെഗുവേര അറിയും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ കാറൽ മാക്സിൻ്റെ പടം ഒട്ടിച്ച് കണ്ടിട്ടുണ്ടോ? അയാൾ ഫിലോസഫറാണ്, ഇയാൾ ആക്ടിവിസ്റ്റാണ്. വ്യത്യാസം. ഏതെങ്കിലും സത്യത്തിൻ്റെ അടിസ്ഥാന കാരണം മാർക്സ് അല്ലേ? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഡിവൈഎഫ്ഐക്കാരൻ, ഒരു സഫൈക്കാരൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏതെങ്കിലും എവിടെ പാർട്ടി പ്ലീനം ഉണ്ടാകുന്ന സമയത്ത് പോസ്റ്റർ വെച്ചു എന്നല്ലാതെ എവിടെയെങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ മാർക്സിൻ്റെ പടം ഒരു കുത്തിയതില്ല. അതേ സമയത്ത് അവർ അച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരച്ച് ചെഗുവേരയുടെ അത് എവിടെ പെയിന്റിൽ മുക്കും അടിക്കും. കണ്ട ഇലക്ട്രിക് പോസ്റ്റർ മുഴുവൻ ചെഗുവേരയുടെ പോസ്റ്റർ. എന്താ ചെഗുവേര എന്ന് പറഞ്ഞാൽ മാർക്സും ചെഗുവേരയും വ്യത്യാസം എന്താ? മാർക്സ് ഫിലോസഫറാണ്, ചെഗുവേര ആക്ടിവിസ്റ്റാണ്. അത് സൊസൈറ്റിയുടെ കൂടെ നിന്നെടുത്താണ്. ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങളെ ഫിലോസഫി അല്ല. സാധാരണ ജനങ്ങൾക്ക് ഫിലോസഫി അറിയില്ല. ഇപ്പൊ ഖുർആൻ ഒരാളെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷ ജനങ്ങളും അത് വലിയ തത്വചിന്തൻ്റെ ഉണ്ടായതുകൊണ്ട് അംഗീകരിക്കുന്നവർ കുറഞ്ഞ ആളുകളാണ്. മറ്റുള്ളവർക്ക് അറിയുന്നേ തത്വചിന്തകളൊക്കെ ഉണ്ട്. അതേസമയത്ത് ഇവിടുത്തെ കാര്യം പരലോകത്തെ കാര്യം നന്നാക്കാൻ നല്ലത് അതാണ്. എന്നായിക്കോട്ടെ, ജനങ്ങൾക്ക് അതാണ് ആവശ്യം. ജനങ്ങൾക്ക് വലിയ വലിയ ഫിലോസഫി അല്ല, ജനങ്ങളെ കാര്യങ്ങൾ അടക്കണം. ഏത് ജനതയിലും അങ്ങനെയാണ്. അതിൽ മതജനതയിലും അല്ലാത്ത ജനതയിലും അങ്ങനെയാണ്. യേശുവിനെ പറ്റി നമ്മൾ പഠിക്കുന്നിടത്ത് യേശു നാട്ടിലെല്ലാവർക്കും ബൈബിള് പഠിപ്പിച്ചു എന്നല്ല കാണുന്നത്. പിന്നെന്താ? യേശു രോഗം സുഖപ്പെടുത്തി, മരിച്ചവരെ ജയിപ്പിച്ചു. അത് ജനങ്ങളെ കൂടക്കലാണ്. ജനം എപ്പോഴും സാധുക്കളാണ്. അതിനെ
ഒരു കഴിവ് ഏത് കാലഘട്ടത്തിലും എമ്പാടുമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. സൂഫികള്, സ്വാലിഹ്യങ്ങള്, വലിയ വലിയ ആളുകൾ. അപ്പോൾ അവരുടെ കാര്യം നടന്നു. ആ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ അവർ നിലകൊണ്ടു. ഇവർ പറഞ്ഞവർക്ക് മനസ്സിലാകുകയില്ല, എന്നാൽ ഇവരൊപ്പം നിന്നു. ഔലിയാക്കന്മാരൊപ്പം ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ സകല പ്രശ്നം അവർ പരിഹരിക്കും. അതിന് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നീ ഔലിയാക്കന്മാർ പറയുന്ന അവരുടെ ഇസ്തിലാഹാത്തുകൾ ആലിമീങ്ങൾക്ക് വരെ അറിയില്ല, പിന്നുണ്ടോ നാടന്മാർക്ക് അറിയുന്നു? ഒരു ആലിമ ഒരു സദസ്സിൽ ഈ ആലിമിന്റെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തി ആലിമിന്റെ പിന്നാലെ നടക്കുക, ഈ ഒരു വലിയന്റെ പിന്നാലെ നടക്കണം, ഒരു വലിയന്റെ പിന്നാലെ നടക്കണം ഒരു ഖാദിമ്. ഈ വലിയ പറയുന്നത് സാധാരണ ആലിമിന് വരെ മനസ്സിലാവില്ല. അങ്ങനത്തെ ഇസ്തിലാഹത്താണ് അവർ. എന്നിട്ട് വലിയ ആശ്ചര്യപ്പെട്ട് പിന്നാലെ നടക്കും ആര്? ഈ ഖാദിമ്. ഇവനെങ്ങനെ തിരിയുന്നു? ആലിമിനെ തിരിയാത്ത ഈ ജാഹിലിയരും. പക്ഷെ ഇയാളൊപ്പം നടക്കും. എന്തുകൊണ്ട്? വലിയ ആളാണ്. എങ്ങനെ നമുക്ക് മനസ്സിലായത്? ഞാൻ എൻ്റെ മകളെ കെട്ടി കല്യാണം 10-26 വയസ്സായപ്പോഴാണ് മൂപ്പരെത്തുന്നത്. അവലി ബാപ്പ എൻ്റെ മകളെ കെട്ടിച്ചില്ല. അപ്പോൾ തന്നെ പറഞ്ഞു അടുത്ത മാസം കല്യാണം ഉണ്ടാവും, ചുരുങ്ങിക്കോറും. പുതിയാപ്പിളയും വന്നു, കല്യാണം കഴിഞ്ഞു, ഒരു ജന്മം ഉണ്ടായില്ല. പിന്നെ നടക്കില്ലേ? അതേ സമയത്ത് ഔലിയ ബാപ്പ എന്ത് പറഞ്ഞു? പെണ്ണുങ്ങളെ കെട്ടിക്കത്തും പെങ്ങളെ കെട്ടിക്കത്തും ഇവിടെ എന്ന് പറയുന്നത് അതൊക്കെ പടച്ചോൻ്റെ കാര്യം. ഇവിടെ എനിക്ക് പരലോകത്ത് കബർക്ക് നോക്കിക്കോ. കബർക്ക് നോക്കിക്കാറാണ് മൂപ്പർ കബർ വാങ്ങിച്ചത്. മൂപ്പർക്ക് കൊടുത്ത കബർ ഇയാൾക്ക് നഷ്ടമായി. അങ്ങനെയാകുമ്പോ ആ പ്രത്യക്ഷ അതിന്റെ പിന്നാലെ ആളുണ്ടാവില്ല. അവിടുന്ന് ലോകം മാറി. വെറും പ്രസ്താവനകളും സമ്മേളനങ്ങളും മാത്രമാവുമ്പോൾ പൊതുസമൂഹം അതിനകന്നു. അവിടെയാണ് പ്രശ്നം. സാഹിറന്മാരായ കള്ളന്മാരിലേക്ക് ജനങ്ങൾ അടുത്തു. എന്തുകൊണ്ടടുത്തു? അലിമീങ്ങളായ സ്വാലിഹ്യങ്ങൾക്കൊന്നും നടക്കണില്ല. ജനങ്ങൾക്കിത് മനസ്സിലായില്ല. ഖത്താദ എന്ന സ്വഹാബിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 26 വയസ്സായ മകളെ കെട്ടിക്കാത്ത് നിനക്ക് സഹിക്കാൻ കഴിയും? ഖത്താദയോട് നബി പറഞ്ഞാലോ ഇൻസബത്തക്ക് ക്ഷമിച്ചാൽ നിനക്കതാണ് നല്ലത്. സ്വഹാബി എന്തേ പറഞ്ഞു? നടക്കൂല നബി, ക്ഷമിയൊന്നും നടക്കൂല, സ്വർഗ്ഗങ്ങൾ വേറെ വാങ്ങിത്തന്നത്. ഇതൊക്കെ നിങ്ങൾ വേറെ കാര്യമാണ്. ഞാൻ നല്ല ഉഷാറായി തന്നെ ഓളെടുത്തേക്ക് എന്നുമ്പോൾ ഓള് 50 മില്ലും മറ്റൊക്കെ വാങ്ങിച്ച് ഓളെ എന്നെ കുപ്പായം കഴിച്ച് കുളിപ്പിച്ച് എന്നെ സന്തോഷിപ്പിക്കണം. എനിക്കതാണ് ആവശ്യം. യുദ്ധത്തിനൊക്കെ വരാം, പക്ഷെ കയ്യും കണ്ണും ഒക്കെ പോകാം. അതടങ്ങാനാണ്. വെച്ച പ്രശ്നമല്ല, ഓള് വേറെ കെട്ടിക്കോളും, അങ്ങനെ വിഷയമല്ല. പക്ഷെ ഓള് ഇങ്ങനെ ഇടക്കിടക്ക് കളിയാക്കി പോയതുകൊണ്ട് നല്ല നല്ല ആൺകുട്ടികൾ എന്നെ കെട്ടാൻ വന്നിട്ട് പെങ്ങളെപ്പോലത്തെ ഒരു കോങ്കണ്ണനെയാണല്ലോ ഇപ്പോൾ കിട്ടിയതെന്ന് എന്നെ പേരിലിട്ട് വഷളാക്കുമ്പോൾ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. മരിച്ച പ്രശ്നമില്ല, കണ്ണോ പോകാൻ പറ്റില്ല. ഒരോട്ടപ്പുറത്തോ കൈതപ്പുറത്തോ ഒക്കെ ഉള്ള പരിക്ക് വിരുന്നിരുന്ന നേരത്ത് ഞാനിങ്ങനെ കണ്ണ് തൂങ്ങി കിടന്നുകൊണ്ട് അത് നടക്കില്ല. ഒരു കുടുംബക്കാരെ വരെ മാനം കെടും. നിങ്ങളെ മരുവൻ്റെ ഒരു കോലാണല്ലോ, അത് നടക്കൂല നബി, മരിച്ച പ്രശ്നമില്ല. നന്നായിക്കോട്ടെ. അപ്പം എന്താ നബി നമുക്ക് എനിക്ക് അമേരിക്കയ്ക്ക് എത്തിയത്? അവിടെ ആശുപത്രിയിൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്ന ഏതോ ഒരു ഗലീവർ എന്ന ഡോക്ടർ ഉണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം തന്നെ നബിയെ എത്തിച്ചു അമേരിക്ക ആശുപത്രിക്ക്. അതാണ് റോമിൽ ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഈ ജാതി കണ്ണൊക്കെ ശരിയാക്കണത് ഞാൻ അവൾക്ക് വിളിച്ചു പറയാം. ഇന്നിപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പൊ പൊതുജനത്തിന് ഈ വ്യക്തി ആവശ്യം ഉണ്ടാവില്ല. അതേ സമയത്ത് അപ്പുറത്തൊരു സാഹിറുണ്ട്. ഈ സാഹിർ ജനങ്ങളെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ 90% ജനങ്ങൾ അങ്ങോട്ട് പോകും. ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ കുറ്റം പറയുന്നു. ജനങ്ങൾക്ക് ദൈനംദിന കാര്യങ്ങൾ നടക്കണ്ടേ? അവർക്ക് ആ കാര്യം പരിഹരിക്കാൻ കഴിയില്ല. അത് നിങ്ങളെ താലിയെ കെട്ടി നിങ്ങൾ പരിഹരിക്കണം. പരിഹരിക്കാനൊന്നും കഴിയൂല. എന്നാൽ ജനങ്ങൾ സാഹിറിൻ്റെ അടുത്ത് പോകും. പാമ്പ് കടിയേറ്റ് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു. അപ്പോൾ അയാൾക്ക് ബോധം വന്നു. അയാൾ ഗ്രാമത്തിന്റെ മുഖ്യനായ ഒരാളായിരുന്നു. അയാൾക്ക് ബോധം വന്നു. അയാൾ പിന്നെ അയാൾക്ക് ജീവിച്ചു. അപ്പോൾ ഒരു ആടുകളുടെ കൂട്ടം കൊടുത്തു.
എന്ന് വയറു പറഞ്ഞ വയറു. പിറ്റേന്ന് മകന് പാമ്പ് പിടിച്ചു. അപ്പൊ നമ്മൾ ഒരു ഫാത്തിഹ സൂറത്ത് മുതൽ എല്ലാവരും കൂടിയിരുന്ന് ഖുർആൻ അർത്ഥം തീർത്തു. എന്നിട്ട് അതിൽ വെള്ളത്തിൽ ഊതി അയാൾ കൊണ്ടു കൊടുത്തു. പിന്നെ പാമ്പ് കടി കയറ്റി നടക്കുന്ന ഭാര്യ കൊടുത്തു. ബോധം തുടങ്ങിയതാ. പിന്നെ നമ്മളെ കുട്ടി മരിച്ചു, ഭാര്യ മരിച്ചു, കുട്ടി മരിച്ചു. അപ്പൊ നമ്മൾ മാസ്റ്ററിൽ ഒരുമിച്ച് വിട്ടിട്ട് കാരണം തകർന്നു പോയി. 3-ാം ദിവസം ഒരു സാഹിറിനെ കണ്ടു. സാഹിർ പറഞ്ഞു, എന്റെ മനുഷ്യനാ, ആ നേരത്തെ എൻ്റെ അടുത്ത്. 3-ാം ദിവസം അയൽവാസിയുടെ മകളെ പാമ്പ് പിടിച്ചു. നല്ലടുത്ത് കൊണ്ടുപോയി. അയാൾ എന്തോ ജാലവിദ്യ വന്ന് കാണിച്ചു, മേലെ കൂടി മന്ത്രം ജപിച്ചു, ഒന്നുകൂടി കുട്ടികളെ എണീറ്റു. കുട്ടീൻ്റെ പാമ്പ് കടി വിശറങ്ങി. ജനങ്ങൾ ആരും പിന്നാലെ പോവാ. സ്വർഗ നിരക്കൊക്കെ അവിടുത്തെ കാര്യമല്ലേ, ഞങ്ങൾ ഇവിടുത്തെ കാര്യം നടക്കണ്ടേ? നമ്മളൊരു സ്നേഹിതന് തഫീലിന് 3000 റിയാൽ കൊടുക്കണം, എന്നാലും അടിച്ചിട്ടുള്ളൂ. പണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ 3000 റിയാലിൻ്റെ ബന്ധത്തില്ല. കഫീലിൻ്റെ അടുത്ത് ഇക്കാമ ബുദ്ധി ഇയാളിനോട് നേരിട്ട് പറഞ്ഞ സംഭവം ഞങ്ങളോട് പറഞ്ഞു. ഇയാളെ കയ്യിൽ പൈസ ഇല്ല. ഇയാൾ കഫീലിൻ്റെ എത്തുപോയി. കാരണം ഇയാൾക്ക് കാര്യമായ പണിയില്ല. എല്ലാ പണിയോട് പൈസ ചെലവിനെ അയക്കണം. ഇക്കാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. കഫീലിൻ്റെ എത്തുപോയി. കഫീൽ 3000 റിയാൽ വേണം. അയാൾ പറഞ്ഞു 3000 ഫിൽസിൻ്റെ കയ്യിലില്ല. അത് പറഞ്ഞിട്ട് എല്ലാ പൈസ വേണം. അപ്പൊ ഇയാൾ പറഞ്ഞു, ജിന്നെ സഹായിച്ചാല് അന്നെ പടച്ചോൻ സഹായിക്കും. ഞാൻ അത്രയും കുഴങ്ങിയ ഒരാളാണ്. അപ്പൊ കഫീൽ പറഞ്ഞു, ഞാൻ അബു ഹംസന്റെ കയ്യിൽ നിന്ന് ഒട്ടകം വാങ്ങിയിട്ടുണ്ട്. ഓന് പൈസ കൊടുക്കണം. ഇജ്ജ് തന്നാലേ, അന്നെപ്പൊട്ട് തന്നാലേ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ അബു ഹംസന്റെ അടുത്ത് എന്നിട്ട് പടച്ചോനെ സഹായിക്കുന്ന ഒട്ടകം തരൂല. മത്സരം കിട്ടുമെന്ന്. മത്സരം ഞാൻ വേറെ വല്ലതും നോക്കിക്കോളാം, ഇതിവിടെ കൊടുക്കണ്ടാണ്. മത്സരം കിട്ടുന്ന ഓട്ടം തരില്ല. ഞങ്ങൾ കച്ചവടം ചെയ്തതാണ്. പൈസ തരണം. മത്സരം കിട്ടും. മത്സരം കിട്ടിക്കോട്ടെ. ഇവിടെ പൈസ കൊടുക്കാൻ പറ്റൂല. ഇവിടെയുള്ള പൈസ കൊടുക്കണ്ടേ? എങ്ങനെയുണ്ട്? മത്സരയിലല്ല ഒട്ടകം വാങ്ങല്. ഒട്ടകം ഇവിടുന്നാണ്. പൈസ ഇവിടെ കൊടുക്കണ്ടേ? ഹുറൂജ് അടിച്ചു പോന്നു. 3000 ഇല്ല. ഓമാവിസക്ക് വേറെ ആളെ കയറ്റി 3000 വാങ്ങി. മനസ്സിലായില്ല? മത്സരീന്ന് കിട്ടും, പരലോകത്തിന് കിട്ടും, മരിച്ചോടത്തിന് കിട്ടും, അങ്ങനെ കിട്ടും. ഇതൊക്കെ മനുഷ്യന്മാരോട് പറഞ്ഞ വർത്താനല്ല. അങ്ങനെയൊന്നും അമ്പിയാക്കൾ പറഞ്ഞിട്ടില്ല. അമ്പിയാക്കൾ ഒരു വാക്ക് പറയും, ക്ഷമിച്ചാനൊക്കെ പരലോകത്തെ അതിൻ്റെ നേട്ടം കിട്ടും. ക്ഷമിക്കാൻ വയ്യ, എന്നതാ ഇക്കോട്ടെ പരിഹരിച്ചു. ഇതാണ് ഔലിയാക്കന്മാരൊക്കെ ചെയ്ത്. ബുക്ക് നോക്കി ഫിലോസഫി പറയല്ല. ബുക്ക് നോക്കി ഫിലോസഫി പറയല്ല. അതന്നെ. ഭാര്യ നമ്മൾ തെറ്റിയിട്ട് തൊലാക്ക് എല്ലിയാൽ, ഭാര്യ നമ്മൾ തെറ്റിയാൽ തൊലാക്ക് എല്ലിയാൽ, എൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവം ശരിയില്ല, എൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവം ശരിയില്ല, എൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവം ശരിയില്ല, എൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞ് അവസാനം ഇത് നേതാവിനോട് വന്ന് പറഞ്ഞു, പെണ്ണുങ്ങളെ സ്വഭാവം ശരിയായില്ല. അങ്ങനെ തലാക്ക് കിടന്നു. തലാക്ക് എന്നപ്പോൾ മൂപ്പര് കിതാബൊക്കെ പറഞ്ഞു കൊടുത്തു. 3 തലാക്കില്ലതുകൊണ്ട് ഇനി വേറെ ആൾ കെട്ടി തീർക്കാതെ പറ്റൂലോ കാലാവസ്ഥ. അതേ സമയത്ത് വലിയൻ്റെ അടുത്ത് പോയി പറഞ്ഞു. വലിയ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ആ വലിയൻ്റെ ഉമിനീർ കലർത്തി അല്ലെങ്കിൽ ഒന്ന് ഊതി കൊണ്ടു കൊടുത്തു. ഉൾപ്പെട്ടു പോലെ സ്വഭാവമായി. പിന്നെ അവിടെ തൊലാക്കിൻ്റെ മനസ്സിൽ നോക്കേണ്ട ആവശ്യം തന്നെയില്ല. എന്തുകൊണ്ട്? ആളെന്ന പിന്നെ തൊലാക്കനുണ്ടാവില്ല. ജനങ്ങൾക്ക് വളരെ വലിയൊരു സത്യം നീ പറയുന്നത്. ജനങ്ങൾക്ക് എപ്പോഴും അവരെ ആവശ്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അതാണ് എപ്പോഴും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ കുറഞ്ഞ സ്വാഭിര്യങ്ങളായ കുറഞ്ഞൊരു ജനതയാണ്. ഞങ്ങളോട് പറഞ്ഞില്ല, ഒരു സ്വഹാബിയാണ് പറഞ്ഞത്, എന്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല, ഞാൻ ക്ഷമിച്ചാൽ എൻ്റെ പെണ്ണുങ്ങൾ ക്ഷമിക്കൂല. ജിബിൻ്റെ പിന്നാലെ നടന്നു. തിന്നാനുമില്ല, കുടിക്കാനുമില്ല.
ഞാനോട് പറഞ്ഞു മരിച്ച പിന്നെ പരലോകത്ത് നിന്ന് വിട്ടു, ആയിക്കോട്ടെ എനിക്ക് സംഭവിച്ചു, ആയിക്കോട്ടെ അതെ കുഴപ്പമില്ല. പക്ഷെ വൈകുന്നേരം പരീക്ക് ചെല്ലുമ്പോൾ അയറ്റങ്ങൾക്ക് എന്തെങ്കിലും 2 കിലോ അരിയും മീനും മുളകും വാങ്ങി കൊടുക്കാനുള്ള പൈസ വേണം. അയറ്റങ്ങളോടത് പറയാൻ പറ്റില്ല. 3, 4, 8, 5, 8 കുട്ടികളുണ്ട്. അയറ്റങ്ങൾക്ക് 6 വയസ്സ്, 8 വയസ്സ്, 2 വയസ്സ്, 4 വയസ്സ് ഇടങ്ങായി നായി മുറിച്ചത് പോലത്തെ കുറച്ച് കുട്ടികളുണ്ട്. ഒരു മനസ്സിലായില്ലേ, ഉള്ള ചോരി നീരും പോയ വാർന്നു പോയ തിന്നാതെ കുടിക്കാത്തൊരു പെണ്ണുങ്ങളുണ്ട്. ഓളോട് പോയിട്ട് നമ്മൾ ഈ കുട്ടികളോടും 5-6 കുട്ടികളോടും പെണ്ണുങ്ങളോടും പോയി പറയാണ്, എന്ത് ഞമ്മക്ക് അല്ലാഹുവിന്റെ പരലോകത്ത് സുഖം തരും കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഓളോട് വേണമെങ്കിൽ പറയാം, ആയിക്കോട്ടെ. ഓള് പറയും എന്ത് ഞങ്ങളൊപ്പുണ്ട് കുഴപ്പമില്ല. പക്ഷെ കുട്ടികളോട് എനിക്കിത് പറയാൻ പറ്റില്ല. ഓലെ നമ്മൾ മദ്രസയ്ക്ക് വരെ ആക്കിയിട്ടില്ല. ഓർക്ക് പരലോകം പറഞ്ഞു കൊടുത്തൊരു കാര്യമല്ല. ഓർക്ക് തിന്നാൻ കിട്ടണം, ഓർക്ക് ഹോർലിക്സിന്റെ കുപ്പി വാങ്ങണം, ഫാലക്സിന്റെ കുപ്പി വാങ്ങണം, സിർലാക്കിന്റെ കുപ്പി ഡപ്പ വാങ്ങണം. അതിന് 650 റുപ്യ വേണം, മറ്റേ 350 റുപ്യ വേണം. പാലിന്റെ കുപ്പി വാങ്ങണം. എന്തിന്റെ കാര്യമല്ല. സ്വർഗത്തിൽ അല്ലാഹു തആല പാലിന്റെ പുഴ തരുന്നുണ്ട് നോക്കിക്കോട്ടെ, അതിനോട് ജീവൻ ബാക്കിയാണ്. അപ്പോൾ ജനമധ്യത്തിലുള്ള ഗീർവാണം മുഴക്കൽ കൊണ്ടൊരു ഉമ്മത്ത് നന്നായിട്ടില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ജനമധ്യത്തിലുള്ള ഗീർവാണങ്ങളാണ്. അതുകൊണ്ട് സൊസൈറ്റിയുടെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടോ ഇല്ലേ? ഇതിപ്പോൾ ഈ ലോകത്ത് ഈ വിഷയത്തിൽ തർക്കം കലശലാവുകയും മറ്റു ചെയ്തത് ഇപ്പോൾ ഒരു 50 കൊല്ലത്തിന് പ്രാന്തോ പണ്ടോ 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 പറയും എന്തു പണ്ടോ? പണ്ട് ഔലിയാക്കന്മാർക്ക് കറാമത്താണ് ഇല്ലാന്ന് ഒരാളാണ് വാദിച്ചാൽ തെങ്ങിന്റെ പട്ടനെടുക്കും ആളുകൾ അടിച്ച് പുറട് ഒളിച്ചു. എന്തുകൊണ്ട്? ഈ പുരക്കാരൻ അനുഭവമുണ്ട്, മറ്റൊരു അനുഭവമുണ്ട്, ഓനനുഭവമുണ്ട്, ഇവരനുഭവമുണ്ട്. അങ്ങനത്തെ അനുഭവം ഇല്ലാത്ത ഒരാളെ നാട്ടിലില്ല. പിന്നെ ആ വയറു പറഞ്ഞ സ്റ്റേജടക്കം പൊളിച്ചിടും ജനങ്ങൾ. ഈ ജാതി നോണി പറയാൻ അങ്ങോട്ട് വരരുത്. ഇന്ന് ഇവരൊക്കെ സുന്നികളാ, പക്ഷെ ഇവരൊക്കെ വയറ് കേട്ടുക്കും. എന്തുകൊണ്ട്? ഔലിയാക്കളുമില്ല കറാമത്തുമില്ല എന്നൊരു ഒരുത്തം പ്രസംഗിച്ചാൽ അത് ഈ സുന്നികളൊക്കെ കേട്ടുക്കും. കേട്ട് നിൽക്കുന്നു മാത്രമല്ല, ഇവരും എന്ത് പറയും? ശരിയാണ്, എന്താവില്ല നമ്മളെ കയ്യിലുള്ള പൈസ വാങ്ങിക്കുന്നല്ല എന്നിട്ടാണ് അവര് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പറയടൂ? എന്തുകൊണ്ട്? എന്താ കാരണം? അവർക്ക് അങ്ങനെ അനുഭവമില്ല. അവര് പലരോടും പോയി പറഞ്ഞിട്ടുണ്ട്, അവര് കാര്യം നടന്നിട്ടില്ല. എത്രയോ ആളുകൾ എന്നോട് പറയാറുണ്ട്, ഞാൻ മൂപ്പരത്ത് 2 കൊല്ലം നടന്നു, എന്നിട്ട് എന്തിനായത് മൂപ്പര കാര്യമൊക്കെ നടന്നു, നടന്നിട്ടില്ല. മാസം പോകും, 500 കൊടുക്കും, 1000 കൊടുക്കുക, അപ്പം മൂപ്പര കാര്യം നടക്കും, എൻ്റെ നടക്കില്ല. അപ്പൊ എന്തേ കാര്യം? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരില്ലാതെയായി. അതാണ് പ്രശ്നം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പിന്നെ ആളുകൾ രോഗികളായി ചെല്ലുമ്പോൾ നല്ലതാണ്, പരലോകത്ത് സ്വർഗം കിട്ടൂലേ, അങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞു, ഇല്ല ആ രോഗം നിങ്ങൾ വേണ്ട, കഴിഞ്ഞു. അപ്പം ജനങ്ങൾ തൊട്ടു. അപ്പോൾ വലിയ വലിയ തമ്പുരാക്കന്മാരായ നേതാക്കന്മാർ പറയും, പിന്നെ വലിയ അക്കാലത്തെ ഫിറോന്മാർ പറയും, ഞങ്ങൾ നിങ്ങളെ കൊല്ലും. അപ്പോൾ ഇവരെ കൊന്നോ? ഞങ്ങളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്കൊരാളെ കിട്ടി, ആൾ മഹാനാണ്, ഇന്നലെയല്ലേ ഞങ്ങളെ കാര്യം നടത്തി തന്നെ. 10-20 വയസ്സ് കഴിഞ്ഞ് 10-20 വയസ്സ് കഴിഞ്ഞ എണീക്ക് ജനിച്ചിട്ട് ഒരിക്കൽ പോലും ഒന്ന് സ്വയം അനങ്ങാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കടത്തണം. ഭാര്യക്കും ഭർത്താവിനും ഒരേ സമയത്ത് വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂല. അതാണ് ഹബീബ് നജാറിൻ്റെ കുട്ടി. യുവാവായിട്ടുണ്ട്, പക്ഷേ ഒന്നിനും വയ്യ. കാഷ്ടം മൂത്രം കട്ടില്ല, അനങ്ങാൻ വയ്യ, അനങ്ങൂല സ്വയം. ആ കുട്ടിയാണ് പത്രോസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തത്? തടവി സോപ്പെടുത്തിയത്. മനസ്സിലായില്ല? ഈസാ നബിയുടെ ഹവാരിയങ്ങളിൽ ആദ്യത്തെ ആളാണ് പത്രോസ് റളിയല്ലാഹു അൻഹു. അറബിയിൽ ബുത്രോസ് എന്ന് പറയും, മലയാളത്തിൽ പത്രോസ് എന്ന് പറയും. മനസ്സിലായില്ലേ? റളിയല്ലാഹു അൻഹു ഒരു ഹവാരിയങ്ങൾപ്പെട്ട ആളാണ് പത്രോസ് റളിയല്ലാഹു അൻഹു. ഒക്കെ കേരളത്തിൽ ആദ്യം വന്നത് സെയിൻറ്റ് തോമസ് ആണ്, സ്വഹാബിയാണ് ഈസാ നബിയുടെ. അതുകൊണ്ടാണ് കേരളത്തിലെ പഴയകാല ക്രിസ്ത്യാനികൾക്ക് സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് പറയും. AD 52 വരുന്നത്. AD 52 വന്നു.
AD 32 33 ഈസാ നബി ഉയർത്തപ്പെട്ടു. AD 32 33. 52 ഇവിടെ ആര് വന്നു? അതാണ് തോമാസ് ശ്ലീഹ. മനസ്സിലായി? സെയിന്റ് തോമസ് വന്നു. സ്വഹാബിയാണ്. ആരുടെ? ഈസാ നബിയുടെ സ്വഹാബിയാണ്. പല ആളുകൾ ലോകം മാറ്റി, അവരൊക്കെ ക്രിസ്ത്യാനികളായി. എന്താണോ ഒരു പ്രയാസം അനുഭവിച്ച ആൾ വന്ന് പറയുന്നത്, ആ പ്രയാസം പരിഹരിച്ചു കൊടുക്കും. അവർ സ്വഹാബിയാണ്. ആരുടെ? ഈസാ നബിയുടെ. അപ്പൊ ജനങ്ങൾ അതിലേക്ക് ഒഴുകി. പിൽക്കാലത്ത് സ്വഹാബികൾ വന്നു. സ്വഹാബികൾ വന്നപ്പോൾ ഈ നാട്ടുകാർക്ക് ഫിലോസഫിയുടെ കിതാബല്ല ആവശ്യം, പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്. ഒക്കെ അങ്ങനെ പരിഹരിച്ചു കൊടുത്തു. അതേത് കാലത്തും അങ്ങനെയാണ്. ജനങ്ങൾക്ക് വയലല്ല ആവശ്യം. ഏതൊരു ദീനവും കൊണ്ട് ഒരാളോട് എന്നാൽ ഒരു വലിയുണ്ട്. ഏത് ദീനോ പ്രശ്നമോ പ്രയാസോ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ പറഞ്ഞു എന്നാൽ അത് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ഒരു വലിയ. ആ വലിയ ഒരു അക്ഷരം മുണ്ടൂല, വയലുമില്ല, പാട്ടുമില്ല, ഒന്നുമില്ല, മുണ്ടനല്ല, ചിരിക്കൂല, മിണ്ടൂല, ഒന്ന് ചിരിക്കൂല. പക്ഷെ എന്ത് പ്രശ്നം പറഞ്ഞെന്നാൽ ആ പ്രശ്നം അപ്പം തീർത്തുകൊടുക്കും. ഇപ്പുറത്തെ നല്ല കരിഞ്ഞ് വയലു പറയും. ഭയങ്കര 10,000 ലക്ഷക്കണക്കിന് ആളുകൾ വയലു കേട്ട് ബോധം കേട്ട വയലു പറയും. ജനങ്ങൾ മൂപ്പരപ്പുണ്ടാവില്ല, ജനങ്ങൾ ഇയാളെപ്പുണ്ടാകുക. ഇയാൾ വായി തുറന്ന് ചിരിക്കൂല. ഇയാൾ പല്ലി 28 പല്ലിൽ 4 പല്ല് വരെ എക്കാലം ഭാര്യ കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് വിഷയമല്ല. ജനങ്ങൾക്ക് ആവശ്യമില്ല. പറയുടെ കുട്ടി ജനങ്ങൾക്ക് എന്താ ആവശ്യം? അവരെ പ്രശ്നം പരിഹരിക്കലാണ്. ആ മനുഷ്യനെ രൂക്ഷമായി നോക്കിയാൽ ജനങ്ങനെ വെറുക്കും. എന്തേ? അങ്ങനത്തെ ആളാണ്. മൂപ്പര് നമ്മളെ സദസ്സിന് ആട്ടിയ കാല് പിടിച്ച് കരിയും. എന്തുകൊണ്ട്? മൂപ്പര് ആട്ടിയ പിന്നെ നമുക്ക് പോകാൻ സ്ഥലമല്ല. ഞാൻ എൻ്റെ മകളെ ദീനം കൊണ്ട് 25 കൊല്ലം നടന്നതാണ് പല നാട്ടിലും. എൻ്റെ പോക്കറ്റിൽ പൈസ പോയി എന്നല്ല, അതൊരു കാര്യം ഉണ്ടായില്ല. ഈ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോഴത്തിന് മാറി. ഇന്ന് ഓളെ കെട്ടിച്ചു നോക്ക്, കുട്ടികളുണ്ട്. ഇതല്ലേ സത്യം? പറയും മനുഷ്യന്മാരെ. ജനങ്ങൾക്ക് ആവശ്യം എന്താ? പറയുടെ കുട്ടി ജനങ്ങൾക്ക് എൻ്റെ ആവശ്യം. ജനങ്ങളെ പ്രശ്നം. വലിയ നബിയും ജനങ്ങളെ പ്രശ്നത്തിൽ ഇടപെടാന്നിട്ടില്ല. അതാണ് വിഷയം. ജനങ്ങൾ കൊടുക്കുന്ന കോയിൻ്റെ ഇറച്ചി തിന്ന് പോവുക, എന്നിട്ട് ദ്വാരക്ക പരലോകത്തെ രക്ഷപ്പെടുത്തണ കൊടുക്കുക. ഇതിന് എല്ലാ കാലത്തും ജനങ്ങൾ കിട്ടൂല. പരലോകം അടക്കട്ടെ മൂല്യ സംഗതി കാര്യത്തിന് വല്ല ഉണ്ടെന്ന് അവൻ പറയും. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് ചെയ്തു? ഒരു പിരിവിട്ടു, ഒരു ചൈനയെ കൊണ്ട് ഈ ദീനം മാറ്റി കൊടുത്തു. ഓൻ പിന്നെ എന്താകുക? ദൈവമൊന്നുമില്ല, ഇതൊക്കെ തട്ടിപ്പാണ് പറഞ്ഞു. പിറ്റേന്ന് ഈ നാടൻ കാക്ക പറയും പഠിച്ചൊല്ലാന്ന്. എന്തുകൊണ്ട്? പാറയുടെ കുട്ടി എന്തുകൊണ്ട്? പറ എന്തുകൊണ്ട്? ഓൻ്റെ പ്രശ്നം ഒരാൾ പരിഹരിച്ചു കൊടുത്തത്. ഒരുത്തന് മകളെ ആശുപത്രി കയറ്റി. ഭാര്യ ആശുപത്രിയിലാണ്, സുഖമില്ല. ബില്ല് ഇങ്ങനെ ബില്ലുമ്മ ബില്ല് വരികയാണ്. ഇന്നത്തെ ബില്ല് 20,000, നാളത്തെ 40,000, 60,000, 70,000. 10 വയസ്സില്ലാത്തവൻ ആജാതി സൊക്കളാണ്. ഓൻ നമ്മളെടുത്തൊന്നു പറഞ്ഞു. നമ്മളൊരു സമ്മേളനം ഉണ്ടാക്കി ദ്വായിരുന്നു, എല്ലാവരും കൂടിയുണ്ട്. ആ ദ്വാസമ്മേളനത്തിന് എൻ്റെ വക വല്ലതുണ്ടെങ്കിൽ കൊടുത്തളന്നു, അതും നമ്മൾ പറഞ്ഞു. അപ്പോൾ ദ്വാസമ്മേളനത്തിന് ഉണ്ടാക്കിയ പായസത്തിലേക്ക് ഒരിത്തൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് തന്നോട്ടെ. പിറ്റേന്ന് രാവിലെ ആശുപത്രിക്ക് പോകാനുള്ള ഓട്ടോറിച്ചൻ്റെ പൈസ ഉണ്ടായിരുന്നു, 100 രൂപ. അതും അവിടെ കൊടുത്തു. അല്ലാഹുവേ ദീനം മാറ്റി കൊടുക്കണായിരുന്നു. ദീനം മാറിയില്ല. പോണ വഴിക്ക് ഏതൊരു വഹാബിയെ കണ്ടു. വഹാബി പറഞ്ഞു, എന്തേലും ബുദ്ധിമുട്ട് വെച്ചു. ഒന്നുമല്ല, പെണ്ണുങ്ങൾ ആശുപത്രിയില്ല, ബില്ലുമാണ് നടക്കണില്ല. അപ്പോൾ ഒരു 4 ആളുകൾ ആശുപത്രിക്ക് വന്നു. ആശുപത്രി സൂപ്രണ്ടിനോട് പറഞ്ഞു, എന്തായ ബില്ല് ഞങ്ങൾ തരാം, നാട്ടിലെ പാവപ്പെട്ടവനാണ്, നിങ്ങൾ ബില്ല് കയറ്റി കൊടുത്തത്, നിങ്ങളൊക്കെ ആശുപത്രിനടുത്തല്ലേ, നിങ്ങൾക്ക് ഇതുപോലെ ലാഭമുണ്ടാവുമല്ലോ. അങ്ങനത്തെ പാവപ്പെട്ട മനുഷ്യന്മാരെന്താ കാണുക, ഉള്ള ബില്ല് ഞങ്ങൾ പിരിവിട്ട് തരാം. നാളെ മുതൽ ബില്ലുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ദീനം മാറൂല എന്ന് തീരുമാനിക്കണം. ഡോക്ടർമാർ യോഗം വിളിച്ചുകൂട്ടി. ഡോക്ടർമാർ പരിഹരിക്കാറുണ്ട്. അന്ന് മുതൽ അവന് ബില്ലുണ്ടായില്ല. രാവിലത്തെ ബ്രെഡും പാലും അവിടുന്ന് വെറുതെ കിട്ടും. പിറ്റേത്തെ ആഴ്ചയാണ് ജുമാക്ക് പറഞ്ഞു. ജുമാക്ക് വന്നു, ഒരു പിരിവിട്ടു. അത് 90,000 രൂപ അവനെ കിഴി കെട്ടിക്കൊടുത്ത് അവിടെ കൊണ്ടു കൊടുത്തണം. അവനെ പ്രശ്നം പരിഹരിച്ചു. അത് കഴിഞ്ഞു വന്നാൽ പിന്നെ ഞങ്ങളെ മജ്ലിസിന്നൂറിൻ്റെ ജുമാക്കും വരൂല, അങ്ങോട്ട് പോകും. ജനങ്ങൾക്ക് ആവശ്യം എന്താണ് പറയേ? ഇപ്പം പുറത്തിറങ്ങി വന്നാൽ എന്ത് മനസ്സിനാണ് ചിക്കാലമായി സുന്യായി ഇറന്നിട്ട് പിണിച്ചിപ്പോൾ വാബിയായത്. എനിക്കത് കുഴപ്പമില്ല.
അവിടെ ഖുർആനും ഫാത്തിഹ സൂറത്തൊക്കെ തന്നെ ഓതുന്നത്. അവിടെയും അല്ലാത്താക്കി തന്നെ ഓതുന്നത്. പിന്നെ ഇപ്പൊ മെമ്പർമൊക്കെ അതിന് മലയാളത്തിൽ പറയും, നമുക്ക് തിരിയാലോ, കുറെ കാലം തിരിയാ തോന്നുന്നത്. ആയിക്കോട്ടെ, ജനങ്ങൾക്ക് ആവശ്യം പ്രശ്നം പരിഹരിച്ചു കൊടുക്കലാണ്. അത് പഴയ കാലത്ത് ഔലിയാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാണ് അല്ലാഹു അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാർ പറഞ്ഞു വെച്ചത്. വെറും പരലോകത്തിൽ ക്ഷണിക്കൽ മാത്രമല്ല, അവർ വിഷയം പരിഹരിക്കും.